അതിക്ക് 4 മാസം തേനോ കേട്ടോ. അപ്പം നമ്മൾ ഓനെയും കൊണ്ടൊന്ന് ജസ്റ്റ് പുറത്തിറങ്ങാൻ വിചാരിച്ചു. ഓനും പുറലോകം കാണട്ടെ. അങ്ങനെ നമ്മളടുത്തുള്ള നമ്മളെ കൊടുകുത്തിയിൽ പാർക്ക് വന്നിട്ടുണ്ട്. അവിടെ പോയതാട്ടോ. പോണ സമയത്ത് ആകെ സ്നെഗ്ഗി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിക്കാനെ വിചാരിച്ച് കുറേ നേരം നോക്കി. പിന്നെ മനസ്സിലായത് അതിനല്ലാന്ന്. ചെന്ന സമയത്ത് നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. എൻട്രി സമയത്ത് ദാ ഇതുപോലെ ആയിരുന്നു. ആകെ ഒരു തലകറക്കം. അതുകൊണ്ട് മുബിയും കുട്ടിയും എക്സിറ്റ് കൂടിയാണ് കയറി വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ 5 പേരും കോംബോ ടിക്കറ്റ്സ് ഒക്കെ എടുത്ത് ഓരോന്നിൽ കയറാൻ തുടങ്ങി. ഫസ്റ്റ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്ന എന്തുറുനാലിലായിരുന്നു കേട്ടോ. എന്തുറുനാലിൽ തുടങ്ങിയ സമയത്തൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ സ്പീഡ് കൂടിയപ്പോഴേക്കും റഹ്മാനും ഇതാവാക്കും യാസീൻ അടക്കം പിപ്പി ചൊല്ലലോടുത്തി കേട്ടോ. സെക്കൻഡ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്ന ഒരു തോണിയിലായിരുന്നു. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇത് സ്റ്റാർട്ട് ചെയ്യണവരെ. പിന്നീട് അങ്ങോട്ട് ഐഷാന്റെ ബിഹേവിയർ മാറി ആൾ കരയാൻ തുടങ്ങി. സോനിപ്പാന്റെ ചിരിയൊക്കെ മങ്ങുന്നുണ്ട് കേട്ടോ. പിപ്പിക്കാണേലും എനിക്കാണേലും സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കുറച്ച് പ്രശ്നം ഉണ്ടായാലും പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിലെ വില്ലൻ അല്ലെങ്കിൽ നായകൻ എന്ന് പറയുന്നത് നമ്മൾ ഷെയ്സയായിരുന്നു. ഷെയ്സ പേടിക്കും വിചാരിച്ചാണ് ഷെയ്സിന്റെ അടുത്ത് മുബ് ഇരുന്നത്. മുബി പേടിച്ചു എന്നല്ലാതെ ഷെയ്സ കോലുമുട്ടായി നിന്ന് വളരെ മാസമായിട്ട് ഇരിക്കുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചിൽഡ്രൻസ് പാർക്ക് പോയി. അവിടെ കുട്ടികൾക്ക് മാത്രം ഉണ്ടായിരുന്ന മുതിർന്നവർക്ക് വെറുതെ നോക്കി നിൽക്കാമായിരുന്നു. എന്നാൽ ഇതൊന്നും അറിയാതെ എങ്ങോട്ടാണ് വന്നിരിക്കുന്നതെന്ന് പോലും അറിയാതെ ഓൻ ഓൻ്റെ ലോകത്തായിരുന്നു കേട്ടോ. സംഭവം കുറെ കളർഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ കണ്ടു എന്നല്ലാതെ ഓനക്ക് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അവസാനം ഓനക്ക് ഡിസപ്പോയിന്റ് ആണ്ട് വിചാരിച്ചിട്ട് ഞാൻ ഓനെ ഊഞ്ഞാലിലൊന്ന് കയറ്റി. ആ സമയത്ത് കുറച്ച് പോപ്കോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പോപ്കോൺ കയ്യിൽ നിന്ന് പോയ സങ്കടത്തിലാണ് ഓനക്ക്. എന്നാൽ ഷോനിപ്പ കുറച്ച് പോപ്കോൺ എടുത്ത് ഓനക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ കയറി ഷെയ്സ വീയാന്നല്ലാതെ ചാട് മാത്രം നമ്മൾ കണ്ടില്ല. ഫൈനലി ആർക്കാണ് വെയിറ്റ് എന്ന് ഞാനും പിപ്പിയോട് ചെക്ക് ചെയ്തിട്ട് നമ്മളെല്ലാവരും ഒരു ഐസ്ക്രീം കഴിച്ചിട്ടോ. എന്നാൽ സ്വന്തം ഐസ്ക്രീം കഴിക്കുന്നത് കണ്ട് ദയനീയ അവസ്ഥയാണ് അധികം ഉണ്ടായിരുന്നത്. കാരണം മുൻക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. ഫൈനലി കുറച്ച് മസാല ഉള്ളത് കൂടി കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയി. അപ്പം അത്രേ ഉള്ളൂ. ബൈ.